ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ഉണക്കമാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ്: വെളുത്തുള്ളി ഉണ്ട്, ഒരു കഷ്ണം ശർക്കരയുണ്ട്, ചിരകിയതുണ്ട്, അതേപോലെ ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ഉണ്ട്, പിന്നെ വിനാഗിരി ഉണ്ട്, നല്ലെണ്ണയുണ്ട്, കായവും കൂടി ഉണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു അര സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ നന്നായി പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊരു ചെറിയൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി നേരത്തെ കാണിച്ചില്ലായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാവേ. അങ്ങനെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർക്കാൻ വെച്ച മാങ്ങയാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയ മാങ്ങയായിരുന്നു, അതുകൊണ്ട് അത് നന്നായിട്ട് കുതിരണമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേവിക്കാം. മാങ്ങ ഒന്ന് നന്നായിട്ട് വേവിക്കണം. നമുക്ക് കായവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. ഇതിന് കൂടെ നമുക്ക് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. എരിവും പുളിയും ഉപ്പും എല്ലാം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇടുന്നത് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും ശർക്കര ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ, തിളപ്പിക്കാം കേട്ടോ. നല്ല ഉപ്പ് പിടിച്ചൊരു മാങ്ങയായിരുന്നു, അതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യം വന്നില്ല. നമുക്ക് നന്നായി തിളച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വന്നുള്ളൂ, കാരണം നല്ല ഉപ്പ് പിടിച്ച മാങ്ങയായിരുന്നു. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാങ്ങ കഴിഞ്ഞ വർഷം ഉണക്കി വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കേ.